ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദീപകിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. കുറേ യൂട്യൂബ് വീഡിയോസും ന്യൂസ് ചാനലും ഒക്കെ കണ്ടു. അതിൽ അവർക്ക് ആ വീഡിയോ ഞാനും കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കണ്ട വീഡിയോയിൽ അവരാരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പേഴ്സണലായിട്ട്. അത് ഞാൻ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്കെന്നല്ല, ഏതൊരു കോമൺ മാർക്കും മനസ്സിലാവും. പക്ഷെ അവർക്ക് പറയാൻ വിട്ടുപോയോ അറിയില്ല. കാരണം 2 വീഡിയോസായിട്ടാണ് പുള്ളിക്കാരി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പുള്ളിക്കാരി പിറകിലും പുള്ളിക്കാരൻ ഫ്രണ്ടിലുമായിട്ട്, രണ്ടാമത് പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്നും. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ കാണുന്ന എവിടെയോ ലോങ് ആണുള്ളത്. പുള്ളിക്കാരി അവിടെ തന്നെയായിരുന്നു നിന്നതെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സംഭവം അതിലുണ്ടാകുകയുമില്ല, റീച്ച് ആകുകയുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വീഡിയോയിൽ പുള്ളിക്കാരിക്ക് അവരെങ്ങനെങ്കിലും മുട്ടിക്കണം എന്ന ദുരുദ്ദേശത്തിൽ തന്നെയായിരുന്നു അവിടെ പോയി നിന്നത്. ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ ജസ്റ്റ് കൈ അനങ്ങിയാൽ മുട്ടണം, എന്നാലേ പുള്ളിക്കാരിക്ക് വേണ്ട കണ്ടന്റ് കിട്ടും. അത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലിട്ട് വൈറലാക്കാൻ പറ്റും. അത് ദുരുദ്ദേശത്തോടെ തന്നെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പുള്ളിക്കാരൻ നിന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ, സ്ലോ ഡൗൺ ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ബോഡി കൺട്രോൾ മാറ്റം വരും. നമ്മുടെ ബോഡിയും ഷെയ്ക്കാവും. ആ അവസരത്തിന് വേണ്ടി തന്നെയായിരുന്നു അവൾ ദീപകിൻ്റെ അടുത്ത് നിന്നതും. മുട്ടിയില്ല എന്ന രീതിയിൽ അവിടെ കൊണ്ടുപോയി നിന്ന് എന്നെ മുട്ട് എന്ന രീതിയിൽ അവിടെ നിന്നതും. ആ മുട്ടിയാൽ മാത്രമേ അവൾക്ക് അതിനുള്ള കാര്യമുള്ളൂ. എന്നിട്ട് അവൾ പിന്നെ രണ്ടാമത്തെ വീഡിയോ അതൊക്കെ കഴിഞ്ഞു, സംഭവിച്ചു. അവൾ ആഗ്രഹിച്ച പോലെ സംഭവം കിട്ടുകയും ചെയ്തു. അതിനുശേഷം അവൾ രണ്ടാമത് വീഡിയോ അപ്ലോഡ് സമയത്ത് ഒരു ആമുഖം പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെയോ സൈക്കോളജിക്ക് എന്തെങ്കിലും പറയുന്നുണ്ട്, ലൈംഗിക വികൃതം ഒക്കെ. ശരിക്കും അവൾക്ക് തന്നെയല്ലേ ഈ പ്രശ്നമുള്ളത്? അതുകൊണ്ടല്ലേ അവൾ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി നിന്നത്, മുട്ട് എന്ന രീതിയിൽ. ചെന്ന് ചിന്തിച്ചു നോക്കൂ, അവൾക്കല്ലേ ഈ പ്രശ്നമുള്ളത്? അവൾ തന്നെ ആ പ്രശ്നം മറ്റുള്ളവരാളെ ചുമത്തുന്നു. ഇപ്പം എല്ലാം കയ്യിൽ നിന്ന് വിട്ടപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടി പോയിരിക്കുന്നു. അവളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ എന്തിനാണ് അവൾ മുങ്ങുന്നത്? അവിടെ നിന്ന് അതിനു വേണ്ടി പോരാടണം. ഇത് അവൾക്കും തന്നെ അറിയാം അവളെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. അപ്പോൾ ആരുടെ ഭാഗത്ത് ന്യായമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അവൾക്ക് വേണ്ടി ന്യായീകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇത്രയാണ് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ. ബൈ.